ഹലോ. അപ്പോൾ ഇന്ന് ഞാനുണ്ടല്ലോ, ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു ചിക്കൻ സ്പെഷ്യലായിട്ട് നമ്മൾ സാധാരണ എല്ലാവരും ഫ്രൈ ചെയ്തൊക്കെ വെക്കുന്നതാണ്. പക്ഷേ അതിൽ നിന്ന് കുറച്ചൊന്ന് ഞാൻ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് എനിക്ക് കറിവേപ്പില അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നാട്ടിലെ ആ ഒരു ടേസ്റ്റ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ പെട്ടെന്ന് എന്താ പറയുക, ഇത് ഫ്രൈ ചെയ്ത് മാറ്റുന്നു. പിന്നെ ഞാൻ നമ്മുടെ പോർക്കിൻ്റെ റിബ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഓൾറെഡി ഒന്ന് പതുക്കെ ഒന്ന് ഗ്രില്ല് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഇതിലേക്ക് കിടക്കുകയാണ്. അതിനാവശ്യമായ സവോളയെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ സവോളയെല്ലാം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് ഞാനിപ്പം വെളുത്തുള്ളി എല്ലാം ഉണ്ട്, അതെല്ലാം ഇട്ടൊന്ന് വഴറ്റാൻ പോവാണ്. അപ്പോൾ ദേ നമ്മുടെ സവോളയെല്ലാം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇത് കണ്ടോ, ഈ നമ്മുടെ തേങ്ങയുടെ പീരയാണ്. അത് ഇവിടെ ഇങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ, പാക്കറ്റിലായിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് 2 സ്പൂൺ ഇട്ടിട്ട് ഞാനതൊന്നും വഴറ്റുവാണ് ഇതിൻ്റെ കൂട്ടത്തിൽ. നമ്മൾ സെപ്പറേറ്റ് ഇത് വറുത്തിട്ട് ഇടും നാട്ടിലൊക്കെ. അതല്ലെങ്കിൽ ഇത് തേങ്ങ വറുത്തരച്ച കറിയായിപ്പോൾ നമ്മളത് വറുത്തിട്ട് പിന്നെ അത് മിക്സിയിൽ അടിച്ച് ചേർക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് എപ്പോഴാണെന്ന് അറിയാം. ഇത് അതിൻ്റെ നമ്മൾ ആ കറിയായിട്ട് കഴിക്കുമ്പോൾ ഇത് ശരിക്കും നമുക്ക് കടിക്കാൻ അങ്ങനെ അറിയാൻ പറ്റും. ഇതിൻ്റെ സെപ്പറേറ്റ് ആ ടേസ്റ്റ് നിൽക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അതിട്ട് ഒരുവിധം വഴണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തക്കാളി കട്ട് ചെയ്തത് ഇട്ടിട്ടുണ്ട്. തക്കാളി ഒരു ചെറിയ പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ച് തൈരൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്ത് വെച്ചത് കേട്ടോ. ഇതിപ്പോൾ ദേ നല്ലോണം വഴഞ്ഞ് വരുമ്പോൾ ആ മണമുണ്ടല്ലോ, നല്ല മണമാണ്. ആ തേങ്ങയുടെ ഇതൊക്കെ, ആ തേങ്ങ അവിടെ ഇങ്ങനെ ശരിക്കും മുരിഞ്ഞ് വരുന്നതും ആ മസാലയുടെ കൂടെയൊക്കെ നല്ല മണമാണ് കേട്ടോ. ഇതെല്ലാം ആയി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഇതില്ലേ ക്രഷ്ഡ് മുളക് ഇല്ലേ, നമ്മുടെ ചതച്ച മുളക് ഉണ്ടായിരുന്നു. അത് മുഴുവൻ മുളക് ചതച്ചിട്ട് ഇടത്തില്ലേ, അതുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, 2 സ്പൂൺ കേട്ടോ. അപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ല വഴണ്ട് മുളക് പൊടിയെല്ലാം മസാല വഴണ്ട് വന്നപ്പോഴാണ് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലിട്ടു. അത് കഴിഞ്ഞ് അതിലാവശ്യമായ കുറച്ച് വെള്ളം, നമുക്കൊരു ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഞാനത് മൂടി വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ 2 സ്പൂൺ തൈരും കൂടി ഞാൻ ആഡ് ചെയ്തു കേട്ടോ, ആ ടേസ്റ്റ് ഒന്ന് കൂടാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വയ്ക്കുവാണ്. മൂടി വെച്ച് ഒരു 5-6 മിനിറ്റിന് ശേഷം അതെടുക്കാം കേട്ടോ. അങ്ങനെയാണ്. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ സലാഡ് ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സലാഡും അങ്ങനെ ചിക്കൻ കറിയും ചോറും അച്ചാറും ഒക്കെയാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ. അപ്പോൾ ഈ കറി ഇങ്ങനെ തിളച്ച് വരുന്നതിന് മണം നല്ല മണമാണ് കേട്ടോ, നല്ല. അപ്പോൾ എൻ്റെ കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും പ്ലീസ് എൻ്റെ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.